ആഹാ, കറക്റ്റ് ഇതുവരെ ഉറങ്ങി എണീറ്റില്ലേ? അച്ചു, എടാ അച്ചു. എന്താണച്ചാ? ഹാ, സമയം എത്രയാടാ? ഒന്ന് എഴുന്നേൽക്കടാ. ഓ, എന്തൊരു ഉറക്കവൻ്റെ. അച്ചു. ഓ, 8:30 ആയിട്ടുള്ളൂ. ഇന്ന് ക്ലാസ് ഇല്ലല്ല. ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങട്ടെ. ഇന്നലെ രാത്രി ഞാൻ വൈകിയാണച്ചാ കിടന്നേ. എൻ്റെ റൂമിലച്ഛൻ ലൈറ്റ് കണ്ടല്ലേ. ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ. നീ ഇന്നലെ രാത്രി പതിവില്ലാണ്ട് നിന്നാടാ കുത്തിപ്പിടിച്ച എഴുതണം കണ്ടേ? ഞാൻ എൻ്റെ ഡയറി എഴുതായിരുന്നു അച്ഛാ. നീയും നിന്റെ ഡയറിയും പിന്നെ കുറെ കൂട്ടുകാരും കറങ്ങിയടിച്ചും പഠിക്കാതൊക്കെ നടന്നോടാ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസം. എന്നെപ്പോലുള്ളൊരു ശരാശരി ചെറുപ്പക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന പാഠം ഞാനിന്ന് പഠിച്ചു. അതും ക്ഷണിക്കപ്പെടാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു അതിഥിയിലൂടെ. ഇന്നും ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. പക്ഷേ ഞാനിന്ന് ഈ കടപ്പുറത്ത് വന്നിരിക്കുന്നത് പതിവ് പോലെ ബിന്ദു ടീച്ചറിൻ്റെ എക്കണോമിക്സ് സെമിനാർ പേടിച്ചിട്ടായിരുന്നില്ല. ഈ ലോകത്ത് പ്രേമിച്ചിട്ടുള്ള ഭൂരിഭാഗം ചേട്ടന്മാരും ഇങ്ങനൊരു വ്യാഴാഴ്ച ദിവസത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്നേഹിക്കണ പെണ്ണ് മറ്റൊരുത്തിൻ്റെ ആവണ ദിവസം, ഓളുടെ കല്യാണ ദിവസം. ഓളുടെ ഒരു പഴയ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കടപ്പുറത്ത് വന്നിരിക്കുന്നത് ഉപ്പുകാറ്റ് കൊള്ളാനല്ല. ഈ അവസ്ഥയിലെല്ലാ കാമുകന്മാരും ചെയ്യണ പോലെ കള്ളോ കഞ്ചാവോ അടിച്ച് ബോധമില്ലാതെ എങ്ങനെയെങ്കിലും ഈ ദിവസം കഴിച്ചു വിടണം. ഓളുടെ ഓർമ്മ എന്നേക്കുമായിട്ട് ഇവിടെ ഉപേക്ഷിക്കണം. അതിനുവേണ്ടി തന്നെയായിരുന്നു ഞാൻ കണ്ണനെയും കൂട്ടുവിളിച്ചത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എനിക്കവളെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് ഇടണല്ലേ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്താടാ ഞാൻ പറയണൊന്നും കേൾക്കല്ലേ? അതിനിപ്പോ നീ എന്തുട്ടാ പറഞ്ഞേ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ത് കാര്യം മറന്നാൻ? അത് നീ പറഞ്ഞ കള്ളും കഞ്ചാവൊന്നും കിട്ടിയില്ല. പിന്നെ അതിനെക്കാട്ടും സ്വയം സാധനമാണ്. നീ ഇത് കഴിച്ചു നോക്കിട്ട് പറ മോനെ. നിനക്കറിയില്ലേ നാരങ്ങോട്ടായി? മറ്റോടെ ഒന്നാമത്തെ പ്രാന്ത് ഇരിക്കും. എന്തേലും കഴിച്ച് ബോധം കിടാന്ന് വിചാരിക്കുമ്പോ അതിന് സമ്മതിക്കൂല. നീ ഇങ്ങനെ ചൂടാവല്ലേ? ഈ കള്ളും കഞ്ചാവൊക്കെ ആരോഗ്യത്തിന് കുഴപ്പമില്ല. സീനാക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലടാ ഒന്നും. അതെ, എനിക്കൊന്നും പറയാൻ മനസ്സിലാവില്ല. നീ ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് ആ മിഠായി എടുത്ത് കഴിക്കാൻ നോക്കി. പിന്നെ നിനക്ക് വേണമെങ്കിൽ വേണ്ട, എനിക്ക് കഴിക്കാല. ഞാൻ ആദ്യമായിട്ടായിരുന്നില്ല നാരങ്ങ മിഠായി കഴിക്കുന്നത്. പക്ഷേ ഇന്ന് കഴിച്ച മധുരത്തിന് വേറൊരു രുചിയായിരുന്നു. ഡാ, ഇവിടെ എവിടുന്ന ഒരു പാട്ട് കേട്ടെ? ഇവിടെ
നീയും കഴിച്ചാൽ ഇറങ്ങട്ടെ. തീരമേ അരെ വാ 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 വാ. ഒരു മിനിറ്റ്. നീലാകാശം മേലെ തേടും തീരമേ, ദൂരെ ദൂരെ നെഞ്ചിൻ താളമേ, നെഞ്ചിൻ താളം കേൾക്കാമെങ്കിൽ പാടാമിന്നുമേ, പാട്ടിൻ നീളം കേട്ടേ ആടാമെന്നുമേ, കളി പറയും നേരമേ, വഴി നിറയെ പൂക്കളെ, കരിയിലകൾ പാറവേ, നിഴലായി നീ ചേരവേ, ഇന്നെന്നിൽ ചേരുമേ, മണൽ തരികളെ നെഞ്ചോരം ചേർത്തു ഞാൻ പാടാമിന്നുമേ. നീലാകാശം മേലെ തേടും തീരമേ, ദൂരെ ദൂരെ എൻ നെഞ്ചിൻ താളമേ. എൻ പൊണ്ണേ, നീ എന്നെ വിട്ട് എങ്ക போனாலும் சரி, என் மனதை தெரியாமல் இருந்தாலும் சரி பெண்ணை, உன்னை பார்க்க தவிக்கிறேன். என் கண்மணியை என் மனதில் நீதானே, என் நிலவில் நீதானே, நீ எங்க போனாலும் நான் எங்கே தேடி வருவேன் பெண்ணே. விழிகளை பார்த்து நான் வெக்கப்படுற பெண்ணே, உன் சிரிப்பைய பார்த்து நான் துடிக்கிற கண்ணே. இது நினவா இல்லை கனவா, சொல்லி தர முடியுமா? என் மனது பருத்து போனா, இரவை எரிச்சு போனா, உனக்கு புரியவில்லையே பொண்ணே. பட்டாம்பூச்சி பட்டம் போல நானும் சுத்தி பறக்கிறேன், கடவுள் கூட என்ன பார்த்து சிரிக்கிறேன் பொண்ணே. நான் தவிக்கிற பொண்ணே, நான் கேட்டது உன்னை, நீ எங்க போனாலும் நான் எங்கே தேடி வருவேன் பெண்ணே. എന്തുട്ടാണിത്? സുരട എന്തുട്ട് പാട്ടാണിത്? അതൊരു ന്യൂ ജനറേഷൻ കച്ച് വരുത്താൻ വേണ്ടി. ന്യൂ ജനറേഷൻ ഇത് നീ വേണ്ട, പഴയ തന്നെ മതി കേട്ടാ, പഴയ തന്നെ മതി. മോനിതെടുത്ത് കഴിച്ചേ. ഡാ, എന്തിനാണ് അവൾ എന്നെ ഇട്ടുകൊണ്ട് പോയെ? ഒന്നിലും അവനിലും മുടിയിലടാ എനിക്ക്. നോക്കെത്താ ദൂരത്ത് നിന്നോ തെന്നൽ വന്നു പോയി, ആ തെന്നൽ എന്നുടെ ഇടം കൊണ്ടേ പോയി. പാട്ടിനീണം തേടി ഞാനും ദൂരേക്കെങ്ങു പോയി, ആ ഈണം എന്നിൽ നിന്നേ പോയി. എന്നോർമകളും നൂറാശകളും പകലിൻ നിറവും തഴുകും തിരയും ദൂരെ ദൂരെ ഞാനും കേട്ടേ പതിയെ അരികെ ഞാനും. നീലാകാശം മേലെ തേടും തീരമേ,
കേൾക്കാമെങ്കിൽ പാടാമെന്നുമേ പാട്ടിൻ വീണം കേട്ടേ എന്നുമേ. ഞങ്ങൾ ആ പാട്ട് പാടി തീർന്നപ്പോഴേക്കും നേരെ ഒരുപാട് വൈകി. ഞാൻ എന്തിനാ പാടിയേ? ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള മ്യൂസിക്കൊക്കെ എവിടെ നിന്നാണ് വന്നേ? സത്യത്തിൽ ഞങ്ങളെന്താ കഴിച്ചേ? മനസ്സിൽ 100,000 ചോദ്യങ്ങളായിരുന്നു. അതൊക്കെ അവനോട് ചോദിച്ചപ്പോൾ അവനെനിക്ക് ഇങ്ങനെ ഉത്തരം തന്നു. പോണ്ടേ, നമ്മൾ വണ്ടി എടുത്തു. അവൻ്റെ ഉത്തരം ഒരു ചിരിയിലൊതുക്കിയെങ്കിലും ആ ചിരിയിൽ നിന്ന് എല്ലാത്തിനുള്ള ഉത്തരവും എനിക്ക് കിട്ടി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും വന്നാലും മനസ്സ് തുറന്ന് സ്നേഹിക്കാനൊരു ചങ്ങാതി ഉണ്ടായാൽ മതി. അവൻ തരുന്ന സ്നേഹമാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ലഹരി. പണ്ട് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ മനസ്സ് തുറന്ന് നൽകുന്ന അല്ലെങ്കിൽ മനസ്സിൽ നിന്നും പ്രസരിക്കുന്ന സ്നേഹം എന്ന ലഹരിയോളം ഉന്മാദദാഹിയായ ഒരു ലഹരിയും ആരും ഇന്നവരെ ഒരു കുപ്പിയിലും നിറച്ചിട്ടില്ല, ഒരു കഞ്ചാവ് പൊതിയിൽ പൊതിഞ്ഞിട്ടുമില്ല. നീ വന്നില്ലേ? എനിക്ക് പോയിട്ട് റിഹേഴ്സലുള്ളതാണ്. ഞാൻ താൻ എടാ, നീ ആ ഫോട്ടോ എടുത്തില്ല അവിടെ? ഇനി എന്തിനാണ് ആ ഫോട്ടോ? അവൾക്ക് വേണ്ടി എടുത്ത ടിക്കറ്റും നനഞ്ഞ മഴയും വേസ്റ്റ്. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ പറഞ്ഞാൽ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സഭയുടെ ദാസ എന്ന് നീ കേട്ടിട്ടില്ലേ? ഈ കടലിൽ നീ എന്ത് നീളുണ്ടാവും? നീ പോയി അളന്നിട്ടോ എന്നാലും നീ വന്നണ്ട. എന്നാ ഞാൻ ഒരു പാട്ട് കൂടി പാടിയല്ലോ. എന്താടാ ആ പാടി. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? എന്താടാ കഴിഞ്ഞ? ബാക്കി കൂടി പറഞ്ഞ? അല്ല, ബാക്കി എനിക്കറിയാൻ പാടില്ല. രക്ഷപ്പെട്ടു. അതൊക്കെ പോട്ടെ, നീ 4 കുട്ടി എവിടെ നിന്ന് വെച്ച്? അതേ പോണ ഒഴിക്കാൻ വാങ്ങിച്ചത് അവിടെ നിന്ന് വാങ്ങിച്ചത്. നീ വാങ്ങിക്കാട്. ആ എന്നാ